ഒരു നിമിഷം കൊണ്ടുണ്ടായ സങ്കടം അല്ലെങ്കിൽ ദേഷ്യം അടക്കാനാവാതെ യുവാവ് ചെയ്ത ഈ കടുങ്കൈ ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തെയാണ്. 2 കുരുന്നുകളുടെ ജീവിതമാണ്. നമ്മുടെ സഹജീവികൾ ഇത്തരത്തിൽ ക്ഷമ നശിച്ച ഒരു സമൂഹമായി മാറുന്നു എന്നത് വളരെ ആശങ്കാജനകമാണ്. 17 വർഷത്തോളമായി പ്രവാസ ജീവിതം നയിക്കുന്ന യുവാവാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ഷിഹാബ്. കഴിഞ്ഞ മാസം വരെയും ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം തന്നെയായിരുന്നു ഷിഹാബ് ദമാമിൽ താമസിച്ചിരുന്നത്. ഒരു ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ മാസം 23-ന് എല്ലാവരും നാട്ടിലേക്ക് വന്നതുമാണ്. എന്നാൽ വിവാഹശേഷം ഷിഹാബ് ദമാമിലേക്ക് തന്നെ മടങ്ങി. തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച അവധിക്കായി വീണ്ടും നാട്ടിലേക്ക് തന്നെ വരാൻ തീരുമാനിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളത്തിലേക്ക് ഷിഹാബ് എത്തുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ പോകാനാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. സാധാരണത്തെ പോലെ തന്നെ എയർപോർട്ടിലെത്തിയ ഷിഹാബ് എമിഗ്രേഷനിലെത്തി പാസ്പോർട്ട് പരിശോധനയ്ക്ക് കൊടുത്തു. എന്നാൽ പാസ്പോർട്ട് പരിശോധിച്ച ഉദ്യോഗസ്ഥർ എക്സിറ്റ് റീ എൻട്രി വിസ റെഡിയായിട്ടില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. പുറത്തുപോയി സ്പോൺസറെ വിളിച്ച് റീ എൻട്രി ശരിയാക്കി വരാൻ ഇമിഗ്രേഷൻ ഓഫീസർ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതോടെ ഷിഹാബിന് ആ സമയം യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് ഷിഹാബ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊടുന്നനെ എയർപോർട്ടിന്റെ 2ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുന്ന യുവാവിനെയാണ് സമീപത്തുള്ളവർ കണ്ടത്. ഉടൻ തന്നെ ഷിഹാബിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നാട്ടിലേക്ക് വരുന്ന വിവരം ഇന്നലെ പോലും ഭാര്യയെ വിളിച്ചറിയിച്ചിരുന്നതായും മറ്റൊരു വിഷയങ്ങളും മാനസിക പ്രശ്നങ്ങളും ഷിഹാബിന് ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ദമാമിലെ സാമൂഹ്യ പ്രവർത്തകരും KMCC നേതാവുമായ ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ ഇക്ബാൽ ആനമങ്ങാട് പറഞ്ഞു. മരണപ്പെട്ട ഷിഹാബ് പെരിന്തൽമണ്ണ ആനമങ്ങാട് പാലോളിപ്പറമ്പ് സ്വദേശിയാണ്. ഭാര്യയും 2 കുട്ടികളുമാണ് ഷിഹാബിനുള്ളത്. എന്തായാലും വളരെ വേദന നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. ഒരു നിമിഷം കൊണ്ട് ഇവിടെ ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. എന്തായാലും ഷിഹാബിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.